തലശ്ശേരി സംഭവത്തിൽ സിപിഐഎം നേതാക്കൾക്കെതിരെ യുവതികൾ മൊഴി നൽകിയിട്ടില്ലെന്ന് പട്ടികജാതി കമ്മീഷൻ പറഞ്ഞു. സംഭവത്തിൽ കമ്മീഷൻ യുവതികളുടെ മൊഴിയെടുത്തു. ഞങ്ങൾക്ക് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന കുട്ടി ഞങ്ങൾക്ക് തന്ന മൊഴിയിൽ ജയിലിൽ പോയതുകൊണ്ടും ജയിലിൽ കിടക്കേണ്ടി വന്നതുകൊണ്ടും ഉണ്ടായ മാനസിക സംഘർഷം കൊണ്ടാണ് ഇനി ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. ഒരാളുടെയും പേരെടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എഴുതിയ പേര് ഞങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട് മൊഴി. ഒപ്പം ഞങ്ങൾ മൊഴി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരുടെയും പ്രേരണയോ ആർക്കെങ്കിലും ഒരു പ്രേരണ കുറ്റം ചെലുത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല. ജോഷില ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ജോഷില, മൊഴി നൽകിയ കൂട്ടത്തിൽ ആരുടെയും പേരുകൾ എടുത്തു പറഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പട്ടികജാതി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദവിവരങ്ങൾ. സൗമ്യ, തലശ്ശേരി കുട്ടിമാക്കൂരിൽ ദളിത് സ്ത്രീകളെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്വേഷണം നടത്താനായി തലശ്ശേരിയിലെത്തിയിരുന്നു. കമ്മീഷൻ ചെയർമാൻ വിജയകുമാർ പെൺകുട്ടികളെ ആശുപത്രിയിൽ കാണാൻ പോയ ശേഷം ഗസ്റ്റ് ഹൌസിൽ രാജന്റെ അയൽവാസികളും ബന്ധുക്കളെയും അദ്ദേഹം കാണുകയുണ്ടായി. രാജന്റെ കുടുംബത്തിൽ നിന്നും തങ്ങൾക്കേറ്റ പീഡനങ്ങൾ കമ്മീഷനെ ബോധിപ്പിക്കാനായിരുന്നു ഇവരെത്തിയത്. ഇരുവരുടെയും പരാതികൾ കേട്ട ശേഷം കമ്മീഷൻ പറഞ്ഞത് സിപിഐഎം നേതാക്കൾക്കെതിരെ പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പട്ടികജാതി വിഭാഗം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത്. ചെറിയ തർക്കങ്ങളാണ് വലിയ പ്രശ്നമായി മാറിയത്. നേരത്തെ രാജനും കുടുംബവും പരാതികൾ പോലീസിൽ കൊടുത്തിരുന്നു എന്നാണ് ഈ സ്ത്രീകൾ കമ്മീഷന് മൊഴി നൽകിയത്. എന്നാൽ പ്രശ്നത്തിൽ അതാത് സമയങ്ങളിൽ പരിഹാരം കാണാൻ പോലീസിന് സാധിക്കാത്തതാണ് പ്രശ്നം വഷളാക്കിയത് എന്നാണ് കമ്മീഷന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതെന്നും കമ്മീഷൻ പറയുകയുണ്ടായി. എന്നാൽ ഇതൊരു സിപിഎമ്മുമായി ബന്ധമുള്ള കേസാണെന്ന് കമ്മീഷന് തോന്നിയിട്ടില്ല. അത്തരത്തിലൊരു മൊഴി കമ്മീഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് കമ്മീഷൻ പറയുകയുണ്ടായത്. അതേസമയം കഴിഞ്ഞ 5 വർഷമായി നിരവധി പരാതികൾ തങ്ങൾ പോലീസിന് നൽകിയിരുന്നു എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. ഈ പരാതികളിലൊന്നും തന്നെ ഒരു തീർപ്പുണ്ടാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പോലീസിനോട് അന്വേഷിച്ചപ്പോഴും ബോധ്യപ്പെട്ട കാര്യം. സൗമ്യ, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. തലശ്ശേരി സംഭവത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ആശ്ചര്യം തോന്നുന്നതായും സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കണ്ണൂരിൽ ദളിത് യുവതികൾക്ക് നേരെ ഉണ്ടായ സംഭവത്തെ മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിക്കുകയാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടിയുമായി അമ്മ ജയിലിൽ പോയത് പണ്ടും ഇങ്ങനെ ആളുകൾ പോയിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ചുമതല. മുഖ്യമന്ത്രി പാർട്ടിക്കാർ പറയുന്ന അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അമീറുളിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. പെരുമ്പാവൂർ കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? തെളിവെടുപ്പ് അടക്കം എപ്പോഴേക്കായിരിക്കും? മറ്റു വിവരങ്ങൾ. സൗമ്യ, അമീറുളിനെ പെരുമ്പാവൂർ കോടതി വിട്ടുകൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അമീറുളിനെ കൊണ്ടുവന്നിരിക്കുന്നത് ആലുവ പോലീസ് ക്ലബിലാണ് എത്തിച്ചിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ഇനി നടക്കും. അതിനുശേഷമാണ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അമീറുളിനെ പ്രധാനമായും ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുചെന്ന് വരെ തെളിവെടുപ്പ് നടത്തണം എന്നുള്ള കാര്യം കസ്റ്റഡി അപേക്ഷയിൽ തന്നെ പറയുന്നു. വിശദമായ അന്വേഷണം ഇനിയും നടത്തേണ്ടതുണ്ട്, തുടരേണ്ടതുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലേക്ക് വരെ തെളിവെടുപ്പിന് കൊണ്ടുപോകണം. അതിനായാണ് 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നത് എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് 10 ദിവസത്തേക്ക് തന്നെ, അതായത് ഈ മാസം 30-ന് വൈകിട്ട് 4:30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതോടൊപ്പം അമീറുളിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുകയുണ്ടായി. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അക്കാര്യം ചോദിച്ചത്. തനിക്ക് നാട്ടിൽ പോകണമെന്ന് മാത്രമാണ് അമീറുൽ ഇസ്ലാം പറഞ്ഞത്. എന്നാൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് പ്രതിക്കൊന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. അതേസമയം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ മുഖം മറച്ച് തന്നെ നടത്തേണ്ടതുണ്ട് എന്ന് കോടതിയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കാരണം തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ ഇനി നടക്കാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയെ കൊണ്ട് മാത്രമാണ് പ്രതിയെ തിരിച്ചറിയിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സാക്ഷികളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ മുഖം മറച്ചുകൊണ്ട് തന്നെ നടപടികൾ തുടരാൻ അനുവദിക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. അക്കാര്യവും കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി തുടരാനുള്ളത് ആദ്യം തിരിച്ചറിയൽ പരേഡ്, അതിനുശേഷം തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കും. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത് KSUക്കാരെന്ന് സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് മർദ്ദനമെന്ന് പോലീസ് FIRൽ വ്യക്തമാക്കി. 12 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. KSU പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിൽ അധ്യാപകന്റെ കൈ ഒടിഞ്ഞു, 2 പല്ലുകളും ഇളകിപ്പോയി. ഇന്നലെ KSU നടത്തിയ വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി അനുവദിക്കാത്തതിനെ തുടർന്നാണ് അധ്യാപകനും PTA പ്രസിഡന്റിനും ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അധ്യാപകനായ ആരിഫിന്റെ കൈ ഒടിയുകയും 2 പല്ലുകൾ ഇളകിപ്പോവുകയും ചെയ്തു. ശരീരമാസകലം മർദ്ദനമേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അധ്യാപകൻ. അവരെല്ലാം കൂടി എന്നെ മർദ്ദിക്കുകയും എൻ്റെ കൈക്ക് പൊട്ടൽ വന്നു. അതുപോലെ തന്നെ ഒരു പല്ലിന് കുലുക്കം സംഭവിച്ചു, ഒരു പല്ല് ഒടിഞ്ഞു. അങ്ങനെ ദേഹമാസകലം ഇടിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസം എന്താണ് സ്കൂൾ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 പ്രാദേശിക KSUവിൻ്റെ നേതാക്കന്മാർ വന്നായിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും നോക്കി നിൽക്കുകയായിരുന്നു അധ്യാപകനെ നിലത്തിട്ട് ചവിട്ടിയത്. സ്കൂളിലെ കുട്ടികളെല്ലാം കണ്ടു നിൽക്കുകയാണ്. കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോയി. ഇന്ന് അവിടെ +1 അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ നടക്കുന്ന ആ ഓഫീസിൻ്റെ നേരെ വാതിക്കലാണ് ഇത് നടക്കുന്നതുമൊക്കെ. അപ്പോൾ പേരൻസ് എല്ലാം കൂടി നാലുപാടും, കുട്ടികളും പേരൻസ് എല്ലാം നാലുപാടും കൂടി. നാളെ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സ്കൂളിൽ പഠിപ്പ് മുടക്ക് സമരം വേണ്ടെന്ന് വിദ്യാർത്ഥി നേതാക്കളും PTA അംഗങ്ങളും ചേർന്ന് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. മർദ്ദനത്തിൽ PTA പ്രസിഡന്റ് HM സുധീറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 14 KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ് പൊതുവിൽ സമാധാനപരമായിട്ടാണ് നടന്നതെന്നും പള്ളിച്ചലിൽ അധ്യാപകന്റെ കൈ KSUക്കാർ ആക്രമിച്ച സംഭവം അന്വേഷിച്ചിട്ട് പറയാമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ KSUവിൻ്റെ സമരങ്ങൾ പൊതുവെ സമാധാനപരമായിട്ടാണ് നടന്നത് കേരളം ഒട്ടാകെ. ഈ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ അന്വേഷിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമന ക്രമക്കേടിൽ അന്വേഷണം പ്രഹസനമാകുന്നു. രജിസ്ട്രാർ സംശയനിഴലിലുള്ള കേസിൽ അന്വേഷിക്കുന്നത് കീഴുദ്യോഗസ്ഥനാണ്. ജോയിന്റ് രജിസ്ട്രാർക്കാണ് നിലവിൽ അന്വേഷണ ചുമതല. പ്യൂൺ നിയമനത്തിലെ ക്രമക്കേട് പീപ്പിൾ TVയാണ് പുറത്തു കൊണ്ടുവന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്നിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടയുടൻ വിദ്യാഭ്യാസ മന്ത്രി സംഭവത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി അധികൃതരോട് വിശദീകരണം തേടിയിരുന്നു. രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട റാങ്ക് ലിസ്റ്റാണ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായത്. ക്രമക്കേടിൽ രജിസ്ട്രാർ ഡോക്ടർ അബ്ദുൾ മജീദിന് പങ്കുണ്ടെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിച്ചിരുന്നു. രജിസ്ട്രാർ സംശയനിഴലിലായ സംഭവം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജോയിന്റ് രജിസ്ട്രാറെയാണ്. രജിസ്ട്രാർക്കെതിരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായ ജോയിന്റ് രജിസ്ട്രാർക്ക് സാധിക്കുമോ എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. ഇതോടെ അന്വേഷണം പ്രഹസനമാക്കുകയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് വിശദമായ അന്വേഷണം നടത്തിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. അതേസമയം രജിസ്ട്രാറുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും യൂണിവേഴ്സിറ്റിയിൽ വിവിധ സംഘടനകൾ സമരം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആരിടപെട്ടാലും തങ്ങൾക്കതൊരു പ്രശ്നമേയല്ലെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതരുടെ മനോഭാവം. അഴിമതിയുടെ ഈ പൂച്ചയ്ക്ക് മണികെട്ടാൻ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. PV കുട്ടൻ, കോഴിക്കോട്. അന്തർദേശീയ യോഗാ ദിനം സംസ്ഥാനത്തും വിപുലമായി ആചരിച്ചു. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജ നിർവഹിച്ചു. വിവിധ മതവിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് യോഗയെന്നും യോഗയിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു യോഗ നടന്നത്. 2ാം അന്തർദേശീയ യോഗാ ദിനം സംസ്ഥാനത്തും വിപുലമായാണ് ആചരിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല യോഗാ ദിനാചരണം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. യോഗ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുക്കുന്ന ചടങ്ങാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു കീർത്തനത്തിന്റെ ആവശ്യമില്ല. യോഗയിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. നമ്മളതൊരു മതേതര രാജ്യമാണ്. അതുകൊണ്ട് യോഗയിലും ഒരു മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യോഗാഭ്യാസം തുടങ്ങുന്ന സമയത്ത് മനസ്സിന് സമചിത്തത കൈവരിക്കാൻ ഈശ്വര പ്രാർത്ഥനയാവാം. വിശ്വാസമുള്ളവർക്ക് അവനവനിഷ്ടമുള്ള ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. സംസ്ഥാന ആയുഷ് വകുപ്പാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ യോഗ സംഘടിപ്പിച്ചത്. വിവിധ മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ യോഗയിൽ പങ്കെടുത്തു. മുൻമന്ത്രി VS ശിവകുമാർ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും യോഗ നടന്നു. രാജ്ഭവനിൽ നടന്ന യോഗ ദിനാചരണത്തിന് ഗവർണർ P സദാശിവം നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യോഗാദിന പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം യോഗാ ദിനാഘോഷ പരിപാടികൾ നടന്നു. ചണ്ഡീഗഡിൽ നടന്ന യോഗാ ദിനാചരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം യോഗാ ദിനാഘോഷം ബഹിഷ്കരിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സംസ്ഥാനത്ത് സംഗീത ദിനമായാണ് ആചരിച്ചത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി UN പ്രഖ്യാപിച്ചതോടെ 1 ലക്ഷത്തോളം യോഗാ പരിപാടികളാണ് രാജ്യത്ത് നടന്നത്. ചണ്ഡീഗഡിൽ 35,000 ആളുകൾ പങ്കെടുത്ത യോഗാ ദിനാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. യോഗ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നുവെന്നും മതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിവേചനമുണ്ടാക്കരുതെന്നും ചണ്ഡീഗഡിലെ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. शारीरिक स्वस्थता देता है, आध्यात्मिक अनुभूति के लिए मार्ग बना सकता है और समाज के साथ संतुलित व्यवहार करने की हमें शिक्षा देता है. और इसलिए मैं चाहूंगा कि इस योग को विवादों में डाले बिना जन सामान्य की भलाई के लिए योग इहलोक के लिए क्षमता बढ़ाने के लिए है और इसलिए हम अपने आप को योग से जोड़े. സൂര്യ നമസ്കാരത്തിന്റെ ചിത്രമടങ്ങിയ പോസ്റ്റൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. 400ഓളം സർവകലാശാലകൾ, 16,000 കോളേജുകൾ, 12,000 സ്കൂളുകൾ എന്നിവിടങ്ങളിലായുള്ള വേദികളിൽ 10,000 അണിനിരുന്നു. കേന്ദ്രമന്ത്രിമാരും വിവിധയിടങ്ങളിൽ യോഗാ ദിനാഘോഷത്തിന് നേതൃത്വം നൽകി. ഡൽഹിക്ക് പുറമെ വാരാണസി, ഇംഫാൽ, ജമ്മു, ഭുവനേശ്വർ എന്നിവിടങ്ങളിലും യോഗാ ദിനാഘോഷം നടന്നു. 173 വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസ പ്രകടനങ്ങൾ നടന്നു. 10,000-കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് യോഗാ ദിനാഘോഷം നടത്തി കോടികൾ ചെലവഴിക്കുകയല്ല വേണ്ടതെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ വിമർശിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സംസ്ഥാനത്ത് യോഗാ ദിനാഘോഷം ബഹിഷ്കരിച്ചു. ഭാരതത്തിന്റെ പൈതൃകം ഉയർത്തുന്ന സംഗീത ദിനാഘോഷമായി ആചരിക്കാനും ബീഹാർ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. യോഗ എന്നത് ഈശ്വരവിശ്വാസികൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങല്ലെന്നും യോഗാ ദിനത്തിലെ തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. പൊതുവായ ചടങ്ങുകളിൽ മതേതരത്വ സൂചനകൾ നൽകുന്ന പ്രാർത്ഥനാ ഗാനങ്ങളാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. മനസ്സ് ഏകാഗ്രമാക്കിയിട്ടാണ് യോഗയിലേക്ക് പ്രവേശിക്കുക നമ്മൾ. അങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കാൻ എന്ത് പ്രാർത്ഥനയാണ് നടത്തേണ്ടത്? ഈശ്വര വിശ്വാസികൾക്ക് പലതരത്തിൽ പ്രാർത്ഥിക്കാം. ഇനി ഒരാൾ ദൈവവിശ്വാസിയല്ല, യോഗ ചെയ്തുകൂടെ? ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവവിശ്വാസികൾക്ക് മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ല, യോഗ എല്ലാവർക്കും ചെയ്യാം. മനസ്സിനെ ഏകാഗ്രമാക്കാൻ അദ്ദേഹം സ്വീകരിക്കുന്ന നടപടി അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. അതാണ് പറഞ്ഞത്. അതിന്റെ ഭാഗമായി വലിയ വിവാദമുണ്ടാകേണ്ട കാര്യമില്ല. മംഗലാപുരം കുന്നാപുരത്ത് സ്കൂൾ വാനിൽ സ്വകാര്യ ബസ് ഇടിച്ച് 8 കുട്ടികൾ മരിച്ചു. കുന്നാപുരം ഡോൺ ബോസ്കോ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളുമായി സ്കൂളിലേക്ക് പോവുകയായിരുന്ന വാനിലേക്ക് സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. 11 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആണവ വിതരണ ഗ്രൂപ്പിലെ ഇന്ത്യയുടെ പ്രവേശനത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് NSGയിലെ മുഴുവൻ രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ NSG പ്രവേശനത്തിൽ ചൈന നിലപാട് മയപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് പിന്തുണ തേടി അമേരിക്ക രംഗത്തെത്തിയത്. ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അപേക്ഷ ചർച്ച ചെയ്തുള്ള NSG പ്ലീനറി യോഗം ഈ വെള്ളിയാഴ്ച ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കെയാണ് ഇന്ത്യയുടെ പ്രവേശനത്തിന് പിന്തുണ തേടി അമേരിക്ക രംഗത്തെത്തിയത്. NSGയിലെ 48 രാജ്യങ്ങളും പിന്തുണച്ചാൽ മാത്രമേ പുതിയ രാജ്യത്തിന് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ അംഗത്വം ലഭിക്കുകയുള്ളൂ. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനും നമീബിയയുമാണ് രംഗത്തുള്ളത്. പാകിസ്ഥാൻ അംഗത്വം നൽകുന്നതിന് ഭൂരിപക്ഷം രാജ്യങ്ങളും എതിരാണ്. ഇന്ത്യക്ക് ഭൂരിപക്ഷ രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും ചൈനയുടെ എതിർപ്പ് തുടരുകയാണ്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത ഇന്ത്യക്ക് പ്രവേശനം നൽകുന്നത് അനുകൂലിക്കില്ലെന്നും അങ്ങനെയെങ്കിൽ പാകിസ്ഥാനും പ്രവേശനം നൽകണമെന്നുമാണ് ചൈനയുടെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രവേശനത്തെ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക രംഗത്തെത്തിയത്. സ്വിറ്റ്സർലൻഡും മെക്സിക്കോയും ഇന്ത്യയുടെ NSG പ്രവേശനത്തെ ആദ്യം എതിർത്തിരുന്നെങ്കിലും പിന്നീട് അനുകൂലിച്ചു. ഇന്ത്യ അംഗത്വത്തിന് യോഗ്യരാണെന്ന് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നെന്നാണ് വൈറ്റ് ഹൗസ് സെക്രട്ടറി ജോഷ് എർണസ്റ്റ് ചൂണ്ടിക്കാട്ടിയത്. ചൈനയുടെ എതിർപ്പ് റഷ്യയുടെ സഹായത്തോടെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യൻ പ്രവേശനത്തിന് പിന്തുണ തേടി അമേരിക്കയും രംഗത്തെത്തിയത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നെല്ലായിയിൽ CPIM പ്രവർത്തകരുടെ വീടാക്രമിച്ച കേസിൽ 12 RSS BJP പ്രവർത്തകർ പോലീസിൽ കീഴടങ്ങി. ചെറുപ്പുളശ്ശേരി സ്റ്റേഷനിലാണ് ഇവർ കീഴടങ്ങിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. സംഭവത്തിൽ പ്രതികളായ 6 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിപ്പോൾ റിമാൻഡിലാണ്. തലശ്ശേരി വടക്കുംപാട് CPIM ബ്രാഞ്ച് ഓഫീസ് തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഓഫീസും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.